ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ്? കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. മനുഷ്യന് ജ്ഞാനേന്ദ്രിയങ്ങൾ 5 എണ്ണമാണ്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന പേരിലും ഈ അവയവങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവയാണ്. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? കണ്ണാണ്. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന അവയവം കണ്ണാണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഒഫ്താൽമോളജി എന്നാണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി എന്ന പേരിലാണ്. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തലയോട്ടിയിലെ നേത്ര കോടരത്തിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. കാഴ്ചയ്ക്ക് തടസ്സമാകാതെ പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നത് കൺപോളകളാണ്. കാഴ്ചയ്ക്ക് തടസ്സമാകാതെ പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നത് കൺപോളകളാണ്. കണ്ണിലെ പാളികൾ ഏതെല്ലാമാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. കണ്ണിലെ പാളികൾ ഏതെല്ലാമാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ദൃഢപടലം അഥവാ സ്ക്ലീറ. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ദൃഢപടലം അഥവാ സ്ക്ലീറയാണ്. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന കണ്ണിലെ പാളി ഏതാണ്? ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന കണ്ണിലെ പാളി ദൃഢപടലമാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന രക്തക്കുഴലുകളില്ലാത്ത കണ്ണിൻ്റെ ഭാഗം ഏതാണ്? കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന രക്തക്കുഴലുകളില്ലാത്ത കണ്ണിൻ്റെ ഭാഗം കോർണിയയാണ്. ദൃഢപടലത്തിന് മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്തരമാണ് കൺജങ്ക്റ്റൈവ. ദൃഢപടലത്തിന് മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്തരമാണ് കൺജങ്ക്റ്റൈവ. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി ഏതാണ്? രക്തപടലമാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി രക്തപടലമാണ്. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഏതാണ്? ഐറിസ്. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഐറിസ് ആണ്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം ആണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. കണ്ണിലെ സുതാര്യവും ഇലാസ്റ്റിക ഉള്ളതുമായ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. കണ്ണിലെ സുതാര്യവും ഇലാസ്റ്റിക ഉള്ളതുമായ ലെൻസ് കോൺവെക്സ് ലെൻസാണ്. കണ്ണിലെ ലെൻസിന് ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളി ഏതാണ്? ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചെറുതും യഥാർത്ഥവും തലകീഴായതുമാണ്. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചെറുതും യഥാർത്ഥവും തലകീഴായതുമാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന കണ്ണിൽ കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം പീതബിന്ദുവാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ചോദിച്ചാലും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം പീതബിന്ദുവാണ്. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം ഏതാണ്? അന്ധബിന്ദു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. മനുഷ്യനേത്രത്തിലെ കോർണിയയിൽ പുതുതായി തിരിച്ചറിഞ്ഞ പാളി ഏതാണ്? ദുവാപാളി. മനുഷ്യനേത്രത്തിലെ കോർണിയയിൽ പുതുതായി തിരിച്ചറിഞ്ഞ പാളിയാണ് ദുവാപാളി. ദുവാപാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹർമിന്ദർ സിംഗ് ദുവ. ദുവാപാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഹർമിന്ദർ സിംഗ് ദുവയാണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവം ഏതാണ്? അക്വസ് ദ്രവം. കോർണിയയ്ക്കും ലെൻസിനും
ഇടയിൽ അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്വസ് ദ്രവമാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്വസ് ദ്രവമാണ്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണുന്ന വിട്രിയസ് അറയിലുള്ള ദ്രവം ഏതാണ്? വിട്രിയസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണുന്ന വിട്രിയസ് അറയിലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏതാണ്? വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവമാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണുവാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? കോൺ കോശങ്ങളാണ്. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങളാണ്. റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണ്? റെറ്റിന. റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി റെറ്റിനയാണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണവസ്തു റോഡോപ്സിനാണ്. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു ഏതാണ്? അയഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിനാണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിനാണ്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? അയഡോപ്സിനാണ്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിനാണ്. മൂങ്ങയ്ക്ക് പകൽ സമയങ്ങളിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്താണ്? കോൺ കോശങ്ങളുടെ അപര്യാപ്തത. മൂങ്ങയ്ക്ക് പകൽ സമയങ്ങളിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ഏതാണ്? ലൈസോസൈം. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ലൈസോസൈമാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതാണ്? സിങ്ക്. കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലോഹം എന്ന് ചോദിച്ചാലും കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം എന്ന് ചോദിച്ചാലും ഉത്തരം സിങ്കാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോൾ. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെൻറ്റിമീറ്ററാണ്. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലമനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലമനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ട്രിക്കൽ ലെൻസ്. വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസാണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്?
ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ബൈഫോക്കൽ ലെൻസാണ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നേത്രഗോളത്തിൽ അസാധാരണ മർദ്ദം ഉളവാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. നേത്രഗോളത്തിൽ അസാധാരണ മർദ്ദം ഉളവാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമേതാണ്? ഗ്ലോക്കോമയാണ്. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ്. സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങൾക്ക് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? ജീവകം എ. ജീവകം എയുടെ കുറവ് മൂലം കണ്ണിലാണ് പ്രധാനമായും രോഗങ്ങളുണ്ടാകുന്നത്. അപ്പോൾ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണെന്ന് ചോദിച്ചാൽ ജീവകം എ എന്ന ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ സിറോഫ്താൽമിയയും നിശാന്തതയും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? ജീവകം എയുടെ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച. വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ്. തിരിച്ചറിയാൻ സാധിക്കുന്ന നിറം നീലയാണ്. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന വർണ്ണാന്തത എന്ന രോഗം കണ്ടുപിടിച്ച ആരാണ്? ജോൺ ഡാൾട്ടൺ. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന വർണ്ണാന്തത എന്ന രോഗം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേത്രാവരണത്തിലുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. മദ്രാസ് ഐ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ ചെങ്കണ്ണ് തന്നെയാണ്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന രോഗമാണ് തിമിരം. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന രോഗമാണ് തിമിരം. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്റ്റികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്റ്റികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. ട്രക്കോമ രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കണ്ണ്. ട്രക്കോമ രോഗം ബാധിക്കുന്നത് കണ്ണിനെയാണ്. ലോകത്താദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? സുശ്രുതൻ. ലോകത്താദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ്. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് കെരാറ്റോപ്ലാസ്റ്റി എന്നാണ്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണുപരിശോധനാ രീതിയാണ് ടോണോമെട്രി. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണുപരിശോധനാ രീതി അറിയപ്പെടുന്നത് ടോണോമെട്രി എന്നാണ്. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒഫ്താൽമോസ്കോപ്പ്. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൽ ലിപി. ഈ ബ്രെയിൽ ലിപി വികസിപ്പിച്ചത് ലൂയിസ് ബ്രെയിലാണ്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? ബ്രെയിൽ ലിപി. സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത് എത്ര മീറ്റർ അകലെ നിന്നാണ്? 6 മീറ്റർ. സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് 6 മീറ്റർ അകലെ നിന്നുമാണ്. അന്ധരോ കാഴ്ച വൈകല്യമോ ഉള്ള ആളുകൾക്ക് സഹായകരമായ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ്? വൈറ്റ് കെയിൻ. അന്ധർക്ക് നടക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റ് കെയിൻ. ടാക്ടൈൽ വാച്ച്, അത് അന്ധരായ ആളുകൾ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വാച്ചാണ് ടാക്ടൈൽ വാച്ച്. ടോക്കിംഗ് വാച്ചും അതുപോലെ ബ്രെയിൽ ലിപിയുമൊക്കെ അന്ധരായ കാഴ്ച വൈകല്യമുള്ളവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ്. അന്ധത തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ഏജൻസിയുടെ ആഗോള സംരംഭമാണ് വിഷൻ 2020. അന്ധത തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ഏജൻസിയുടെ ആഗോള സംരംഭം ഏതാണ്? വിഷൻ 2020. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1976. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976 ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കൊണാർക്ക് സിം ആണ്. 1905 ഡോക്ടർ എഡ്വേർഡ് കൊണാർക്ക് സിം ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? എക്സോഫ്താൽമോസ്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ്.
ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഓട്ടോളജി എന്നാണ്. ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? ചെവി. ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചെവിയാണ്. ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവയാണ്. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗം ഏതാണ്? ചെവിക്കുട. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗം ചെവിക്കുടയാണ്. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? കർണനാളം. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗം കർണനാളമാണ്. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ചെവിയിലെ സ്ഥരം ഏതാണ്? കർണപടം. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ചെവിയിലെ സ്ഥലം കർണപടമാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ ഏതാണ്? യൂസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ യൂസ്റ്റേഷ്യൻ നാളിയാണ്. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ഈ യൂസ്റ്റേഷ്യൻ നാളികളാണ്. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയാണ് മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ. മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ അസ്ഥികളാണ്. മനുഷ്യൻ്റെ ഒരു ചെവിയിലുള്ള ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 3. മനുഷ്യൻ്റെ ഒരു ചെവിയിലുള്ള ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 3. മനുഷ്യൻ്റെ ഒരു ചെവിയിൽ 3 അസ്ഥികളാണുള്ളത്. അത് ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ അസ്ഥികളാണ്. എന്നാൽ മനുഷ്യൻ്റെ ചെവിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 6 കാരണം 2 ചെവിയിലും കൂടെ 6 അസ്ഥികളാണ് ഉള്ളത്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? മാലിയസ്. മാലിയസിൻ്റെ ആകൃതി ചുറ്റികയുടെ ആകൃതിയാണ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? ഇൻകസ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഇൻകസ് ആണ്. കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. ഇപ്പോൾ സ്റ്റേപ്പിസിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ്റെ ശരീരത്തിലെ ആകെ അസ്ഥികളിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളാണുള്ളത്? 208 അസ്ഥികളാണ്. അതിൽ ഏറ്റവും ചെറിയ അസ്ഥി ഈ സ്റ്റേപ്പിസ് ആണ്. അത് ചെവിയിലാണ് കാണപ്പെടുന്നത്. സ്റ്റേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഓവൽ വിൻഡോ. സ്റ്റേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഓവൽ വിൻഡോയാണ്. ആന്തരകർണങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ ഏതൊക്കെയാണ്? എൻഡോലിംഫും പെരിലിംഫും. ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ എൻഡോലിംഫും പെരിലിംഫുമാണ്. ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ്. ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ്. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? കോക്ലിയ. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയയാണ്. കോക്ലിയയുടെ ആകൃതി എന്താണ്? ഒച്ചിൻ്റെ ആകൃതിയിലാണ് കോക്ലിയ ഉള്ളത്. കോക്ലിയയുടെ ആകൃതി ഒച്ചിൻ്റെ ആകൃതിയാണ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? പെരിലിംബാണ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംബാണ്. കോക്ലിയയ്ക്കുള്ളിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോയാണ്. കോക്ലിയയ്ക്കുള്ളിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? റൗണ്ട് വിൻഡോ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്.
ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓട്ടോലാരിങ്കോളജി. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? ഓട്ടോലാരിങ്കോളജിയാണ്. ചെവി പരിശോധിക്കുന്ന ഉപകരണം ഏതാണ്? ഓട്ടോസ്കോപ്പ്. ചെവി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. ശ്രവണപരിധി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതി ഏതാണ്? കോക്ലിയർ ഇംപ്ലാന്റ്. ശ്രവണപരിധി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ് കോക്ലിയർ ഇംപ്ലാന്റ്. ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവി ഏതാണ്? പാമ്പാണ്. ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവി പാമ്പാണ്. നാവിൽ രുചിയറിയാൻ സഹായിക്കുന്നത് എന്താണ്? രാസഗ്രാഹികളാണ്. നാവിൽ രുചിയറിയാൻ സഹായിക്കുന്നത് രാസഗ്രാഹികളാണ്. നാവിലെ പാപ്പിലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. നാവിലെ പാപ്പിലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. പ്രാഥമിക രുചികൾ ഏതെല്ലാമാണ്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ്. പ്രാഥമിക രുചികൾ ഏതെല്ലാമാണ്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ് എന്നിവയാണ് പ്രാഥമിക രുചികൾ. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ പ്രാഥമിക രുചി ഏതാണ്? ഉമാമി. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ പ്രാഥമിക രുചിയാണ് ഉമാമി. ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിന് അർത്ഥം എന്താണ്? സന്തോഷകരമായിട്ടുള്ളത്. ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിൻ്റെ അർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നാണ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ പ്രാഥമിക രുചി ഏതാണ്? ഒലിയോഗസ്റ്റസ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ പ്രാഥമിക രുചി ഒലിയോഗസ്റ്റസ് ആണ്. മധുരത്തിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ നാവിൽ എവിടെയാണ് കാണപ്പെടുന്നത്? നാവിൻ്റെ മുൻഭാഗത്ത്. മധുരത്തിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ നാവിൽ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണ്. പുളിക്കും ഉപ്പുരസത്തിനും കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? നാവിൻ്റെ ഇരുവശങ്ങളിലുമായി. പുളിക്കും ഉപ്പുരസത്തിനും കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ്. കയ്പിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? നാവിൻ്റെ ഉൾവശത്താണ്. കയ്പിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഉൾവശത്താണ്. നാവിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബീഫ് ടങ്. റെഡ് ബീഫ് ടങ് എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? നാവിനെയാണ്. മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റിനോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? റിനോളജി. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് മൂക്ക്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? മൂക്കാണ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്ന പേരെന്താണ്? എപ്പിസ്റ്റാക്സിസ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഏതാണ്? അനോസ്മിയ. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഡെർമറ്റോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഡെർമറ്റോളജി എന്നാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക് തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ഏതാണ്? ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ താപനിലയെ ക്രമീകരിച്ച് നിലനിർത്തുന്ന അവയവം ത്വക്കാണ്. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദനങ്ങൾ ഏതൊക്കെയാണ്? സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദനങ്ങൾ സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന എന്നിവയാണ്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ്? സെബം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സെബമാണ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ. അരിമ്പാറയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? വൈറസ്. അരിമ്പാറയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ് ആണ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ.
ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ്. മെലാനിൻ്റെ കുറവ് മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗം ഏതാണ്? ആൽബിനിസം. മെലാനിൻ്റെ കുറവ് മൂലം ത്വക്കിലുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ത്വക്കിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, കാൻഡിഡൈസിസ്, മെലനോമ, പാണ്ട്, അതിനാണ് ആൽബിനിസം. ഇവയൊക്കെ ത്വക്കിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ്. സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, കാൻഡിഡൈസിസ്, മെലനോമ, ആൽബിനിസം ഇവയൊക്കെ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ശരീരത്തിൻ്റെ ഏത് പ്രവർത്തനം ക്രമീകരിച്ച് നിർത്താനാണ് വിയർക്കൽ സഹായിക്കുന്നത്? താപനില. ശരീരത്തിൻ്റെ ഏത് പ്രവർത്തനം ക്രമീകരിച്ച് നിർത്താനാണ് വിയർക്കൽ കൊണ്ട് സഹായിക്കുന്നത്? താപനില. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.